സഹോദരങ്ങളെ, ശിർക്കിനോളം ഗുരുതരമായ മറ്റൊരു തിന്മയില്ല. അതാണ് അതിന്റെ ഗൗരവം. അള്ളാഹുവിനെ ധിക്കരിക്കപ്പെട്ടതിൽ വെച്ച് ഏറ്റവും കടുത്ത തിന്മ ശിർക്കാണ്. അതുപോലെ ഒരു തിന്മ ഭൂമിക്ക് മുകളിൽ ഒരാൾക്കും സാധിക്കുകയില്ല. ശിർക്കിനോളം കടുത്ത ഒരു തിന്മയില്ല. ലുഖ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് നൽകിയ ഉപദേശം നിങ്ങൾ സൂറത്തുൽ ലുഖ്മാനിൽ കാണാം. ലുഖ്മാൻ നബി പറയാൻ, യാ ബുനൈ, എന്റെ പൊന്നു മകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ ശിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം. ഒരു വാപ്പ മകന് നൽകിയ ഒന്നാമത്തെ ഉപദേശമാണത്. മോനെ, നീ ശിർക്ക് ചെയ്യരുത്. ഏറ്റവും വലിയ അതിക്രമം ശിർക്കാണ്. എന്താ ഒരാൾ ശിർക്ക് ചെയ്താൽ അവന്റെ അവസ്ഥ? ശിർക്ക് പോലെ ഒരു തിന്മ വേറെയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു ഒരിക്കലും അവനിൽ പങ്കു ചേർക്കപ്പെടുക എന്നത് അവൻ ഒരിക്കലും പുറത്തു കൊടുക്കുകയില്ല. ഒരാൾ ശിർക്ക് ചെയ്തുകൊണ്ട് ആ അവസ്ഥയിൽ തന്നെ തൗബ ചെയ്യാതെ മരിച്ചാൽ അല്ലാഹു അത് ഒരാൾക്കും ഒരിക്കലും പുറത്തു കൊടുക്കുന്നതല്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതിൽ താഴെയുള്ള തിന്മകൾ അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കുന്നതാണ്. നീ ചിന്തിക്കുക, അല്ലാഹുവിന്റെ അടുത്ത് പരലോകത്ത് സർവ്വ തിന്മകളുമായി നീ ചെന്നെത്തിയാലും അവൻ ചിലപ്പോൾ നിനക്ക് പുറത്തു നൽകിയേക്കാം. എന്നാൽ ശിർക്കുമായി നീ അല്ലാഹുവിന്റെ അരികിൽ ചെന്നെത്തിയാൽ ലോകത്തുള്ള സർവ്വ നന്മകളും നിനക്കുണ്ടെങ്കിലും 1000 കൊല്ലം നീ നിസ്കരിക്കുകയും ഉഹദ് മലയോളം നീ സ്വർണം ദാനം ചെയ്യുകയും നീ ജീവിച്ച വർഷം മുഴുവൻ ഹജ്ജ് ചെയ്യുകയും ഒരു ദിവസം പോലും ഒഴിവാക്കാതെ നോമ്പെടുക്കുകയും എല്ലാ ഇബാദത്തുകളും നീ ചെയ്യുകയും ഉറക്കമില്ലാതെ നീ 1000 കൊല്ലം അല്ലാഹുവിനെ ആരാധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ശിർക്ക് ചെയ്തുകൊണ്ടാണ് നീ അല്ലാഹുവിന്റെ അടുത്തെത്തുന്നത് എങ്കിൽ ആ നന്മകളിൽ ഒന്നുപോലും അല്ലാഹു സ്വീകരിക്കുന്നതല്ല. ഖുർആനിൽ അല്ലാഹു പറഞ്ഞതുപോലെ, വലൗ അശ്റകൂ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ. അവർ ശിർക്ക് ചെയ്താൽ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാകുന്നതാണ്. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ പറഞ്ഞു, നുഖ്തതും മിനശ് ശിർകി തുഫ്സിദു ബിഹാറൽ ഹസനാത്ത്. ശിർക്കിന്റെ ഒരു ചെറിയ തുള്ളി അത് നന്മകളുടെ ഒരു സമുദ്രത്തിൽ കൊണ്ടുപോയിട്ടാൽ ആ സമുദ്രം ഒന്നാകെ നശിപ്പിക്കാൻ ശിർക്കിന്റെ ഒരു തുള്ളി മതിയായതാണ്. അതാണ് അതിന്റെ ഗൗരവം. അതാണ് ശിർക്കിന്റെ ഗൗരവം. അതാണ് ശിർക്കിന്റെ ഗൗരവം. ഒരു നന്മയും അല്ലാഹു നിന്നിൽ നിന്ന് സ്വീകരിക്കുക. നിസ്കരിച്ചിട്ട് കാര്യമില്ല, നീ നോമ്പെടുത്തിട്ട് കാര്യമില്ല, നീ ഹജ്ജ് ചെയ്തിട്ട് കാര്യമില്ല, നീ സദഖ ചെയ്തിട്ട് കാര്യമില്ല, അല്ലാഹു സ്വീകരിക്കുകയില്ല. ശിർക്കുണ്ടെങ്കിൽ അല്ലാഹു സ്വീകരിക്കുകയില്ല. മാത്രമല്ല, ശിർക്ക് ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ അവന് നരകം, സ്വർഗം നിഷിദ്ധമാണ്. സ്വർഗത്തിലേക്ക് ഒരിക്കലും അവൻ പ്രവേശിക്കുകയില്ല. എത്ര ഗൗരവമുള്ള കാര്യമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു കാലത്തും അയാൾ സ്വർഗത്തിലേക്ക് എത്തുകയില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ.